ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയാണ്. ഇപ്രകാരം ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ നമുക്ക് ഒരുമിക്കാൻ കർത്താവ് നമുക്ക് തന്ന നല്ല അവസരം. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരങ്ങൾ, പതിനായിരങ്ങൾ അല്ല, ലക്ഷങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ദൈവകൃപയാൽ ദൈവം നമ്മെ കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ദൈവവചനത്തിലോട്ട് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ 10 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ട് അതിൽ നിന്നും ആത്മീയമായ നന്മകൾ പ്രാപിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഒരു വചനം എന്ന് പറയുന്നത് വാളാണ്. ഇന്ന് പകൽക്കാലം ഈ വാള് എവിടെ വീഴുന്നു? എബ്രായ ലേഖനത്തിൽ പറയുന്നു, ദൈവത്തിന്റെ വചനം ഇരുവായി തലയുള്ള വചനം, ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ വചനം ചില മേഖലകളിൽ വെട്ടുകയും അത് നമ്മെ പണിയുകയും ചെയ്യുന്ന ദിവസങ്ങളാക്കി ഈ വചനങ്ങൾ തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 1-ാം വാക്യം ഒന്ന് വേഗത്തിൽ വായിക്കാം. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? നോക്കുക, ഇത് നമ്മുടെ മലയാള ബൈബിളിലെ ഒരു ചെറിയ വ്യത്യാസം എഴുതിയപ്പോൾ വന്നതാണ്. ഇംഗ്ലീഷ് ബൈബിൾ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ പോലെ പക്ഷികളെ നിങ്ങളുടെ പർവ്വതങ്ങളിലേക്ക് പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നു. എന്ന് വെച്ചാൽ പക്ഷികളെ പോലെ നിങ്ങൾ എന്നോട് എന്തിനു വേണ്ടിയാണ് പറയുന്നതെന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്കതിൽ വന്ന ചെറിയൊരു വ്യത്യാസമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇതിന് 3 ഭാഗങ്ങൾ ഇവിടെയും കാണാൻ സാധിക്കുന്നു. ഒന്ന്, നിരാശപ്പെടുത്തുന്ന ഒരു വാക്ക്. ദാവീദ് ജീവിതത്തിന്റെ നടുവിൽ ശൗൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ ഒരു കാരണവശാലും ദാവീദിന് ഒരു അല്പം പോലും മുമ്പിലോട്ട് പോകാൻ പറ്റുന്നില്ല. ദാവീദിനെ കൊല്ലും എന്ന ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന ദാവീദിനോട് സ്നേഹമുള്ളവർ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ നിന്നാൽ നിന്നെ ശൗൽ കൊല്ലും, നിന്നെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? പക്ഷികളെ പോലെ നീ എവിടെ പോകണം? നീയും പറന്ന് പർവ്വതത്തിലേക്ക്, അല്ലെങ്കിൽ കാടുകളിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഹയ്ക്കകത്തേക്ക് നീ ഓടി രക്ഷപ്പെടാൻ കൂടെ നിൽക്കുന്നവർ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നിരാശപ്പെടുത്തുന്ന അനേക വാക്കുകൾ അനുദിനം നമ്മൾ കേൾക്കുന്നവരാണ്. ഓരോ ദിവസങ്ങളിലും പലരുടെ വായിൽ നിന്നും കേൾക്കുന്ന വാക്കുകൾ നമ്മളെ നിരാശപ്പെടുത്തുന്നതാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് 3 കാര്യങ്ങൾ പ്രത്യേകിച്ചുണ്ടായിരിക്കും. 1, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ. 2 നിരാശപ്പെടുന്ന വാക്കുകളുടെ മുമ്പിൽ ദാവീദ് പതറിപ്പോകാത്തത് കൊണ്ട് 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഇതാ ദുഷ്ടന്മാർ ഹൃദയ പരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യേണ്ടതിന് വില്ലു കുലച്ച് കണ്ടോ, 2 തൊടുത്തുന്നു. 2-ാമത്തെ വാക്ക് 1-ാമത്തെ കാര്യം പറയുന്നപ്പോൾ ഭയപ്പെടുത്താൻ, നിരാശപ്പെടുത്തുന്ന എന്ന് വെച്ചാൽ, ദാവീദേ നീ ഇവിടെ നിൽക്കരുത്, നിന്നെ കൊന്നുകളയും. ഇത് കേൾക്കുമ്പോൾ ദാവീദ് നിരാശരായി പോവുകയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? പക്ഷികളെ പോലെ നീ എവിടെയെങ്കിലും പറന്നു പെക്കോ, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. എന്ന് വെച്ചാൽ വേട്ടക്കാരന്റെ കെണി ഒരുക്കി വെച്ച് പക്ഷിയെ തള്ളിയിടുമ്പോൾ ആ പക്ഷി കെണി പൊട്ടിപ്പോകുന്നത് പോലെ നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ എന്ന് ദാവീദിനോട് സ്നേഹിക്കുന്നവരെല്ലാവരും പറഞ്ഞ് നിരാശപ്പെടുത്തുകയാണ്. 2, ആ നിരാശയുടെ മുമ്പിൽ ദാവീദ് ജയം പ്രാപിച്ചപ്പോൾ 2-ാമത് ഭീഷണിയുടെ വാക്കുകൾ നമ്മളിവിടെ കാണാൻ സാധിക്കുന്നു. എന്താണ് വായിക്കുന്നത്? ഇതാ ദുഷ്ടന്മാർ ഹൃദയ പരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യേണ്ടതിന് വില്ലു കുലച്ച് അസ്ത്രം ഞാനിന്മേൽ തൊടുത്തു. ഭയപ്പെടുത്തുന്ന വാക്ക്. ആദ്യം എന്താണ്? നിരാശപ്പെടുത്തുന്ന വാക്ക്. ഇപ്പോൾ 2-ാമത് എന്താണ് വരുന്നത്? ഹല്ലേലൂയ, ഭയപ്പെടുത്തുന്ന വാക്ക്. ഇനി 3-ാമത്തെ വാക്യം എന്താണ് വായിക്കുന്നത്? കണ്ടോ,
കണ്ടോ? മൂന്നാമതൊരു ചോദ്യം, ഒരു ചോദ്യചിഹ്നം ഇടുക. ആദ്യം നിരാശയുടെ വാക്ക് പറഞ്ഞു, രണ്ട് ഭയപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞു, മൂന്നാമതായി ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മളോട് ഇങ്ങനെ പലരും ചോദിക്കും, ഹല്ലേലൂയ, മക്കളുടെ ഭാവി എന്തായിത്തീരും, ഇങ്ങനെ പോയാൽ നിന്റെ ജീവിതം എന്തായിത്തീരും, കുടുംബം എങ്ങനെയായി പോകും, എങ്ങനെ ജീവിക്കും, ഒരു ചോദ്യചിഹ്നം. പക്ഷേ കർത്താവിന്റെ നാമത്തിൽ പറയണ, അവിടെ പറയാം, അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത്? അതൊരു ചോദ്യമല്ലേ പ്രിയമുള്ളവരെ? അടിസ്ഥാനം മറിഞ്ഞു പോയാൽ, ഈ വീട് ഇത്രയും ഭംഗിയോടെ ഇരിക്കുന്നതിന്റെ പിന്നിൽ ഒരൊറ്റ കാര്യമുള്ളൂ, ഇവിടെ കെട്ടിയ ഹോളോബ്രിക്സിന്റെ ബലത്തിലല്ല ഇരിക്കുന്നത്, ഇതിനൊരു അടിസ്ഥാനമുണ്ട്. അപ്പോൾ ദാവീദിനോട് ചോദിക്കുന്നു, നിന്റെ അടിസ്ഥാനം മറിഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഹല്ലേലൂയ. നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞന, ഇരുന്ന് നിരാശപ്പെട്ടന, നമ്മളിരുന്ന് കരഞ്ഞന, നമ്മൾ തന്നെ പറഞ്ഞന, ശരിയാ, ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ചില ചോദ്യങ്ങളുടെ മുമ്പിൽ തകർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ചോദ്യം പിശാച് ചോദിക്കട്ടെ, പക്ഷെ മറുപടി തരുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയാണ്. പല ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോൾ, പല ചോദ്യങ്ങളും തീർന്നെന്ന് പറയുമ്പോൾ ഉത്തരം തരുവാൻ ദൈവത്തിന് കഴിയും. എന്റെ പിള്ളേരുടെ വിഷയം എങ്ങനെയാണ്? ഇത് ആരാൾക്കുണ്ട്? ഈ മൂന്ന് കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങളെ മനസ്സിലാക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? എന്റെ അപ്പനെ ശരണം പ്രാപിക്കുന്നവരാണോ? ഈ മൂന്ന് കാര്യം നിങ്ങളുടെ വീട്ടിലുണ്ട്, നീ ജീവിതത്തിൽ വരും. എന്താണ് ഒന്ന് വരുന്നത്? ഹല്ലേലൂയ, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ. രണ്ടാമതായി ഭീഷണിപ്പെടുത്തുന്ന വാക്കുകൾ. മൂന്ന് ചോദ്യചിഹ്നങ്ങൾ. ഈ മൂന്ന് കാര്യത്തിലും ദാവീദ് അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തെ ശരണം പ്രാപിക്കുന്ന പ്രിയാന്റിമാരെ, ദൈവദാസന്മാരെ, നമ്മളോട് ദൈവം ഇന്ന് പകൽക്കാലം തരുന്ന വ്യക്തിപരമായ ദൂതാണ്. അല്ലെങ്കിൽ ദൈവത്തെ ശരണം പ്രാപിച്ചാൽ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. അപ്പോൾ ദൈവത്തെ ശരണം പ്രാപിക്കുക, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുമ്പോൾ ശത്രു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിരാശകളുണ്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്, എങ്ങനെ പോകണം? ദാവീദ് കൊട്ടാരത്തിൽ ജീവിക്കേണ്ടവന്, അവന്റെ തലമേൽ അഭിഷേകമുണ്ട്. ഏത് അഭിഷേകം? സാധാരണ അഭിഷേകമല്ല, രാജകീയ അഭിഷേകം അവന്റെ തലമേലിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗീയ അഭിഷേകമുള്ളവന് അടുത്ത് രാജകീയ അഭിഷേകം കൊടുത്തേ പറ്റൂ. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല? ശൗല് കൊടുക്കുന്നില്ല. ശൗല് പറയുക, ദാവീദേ, നിന്നെ എവിടെ വെച്ച് കണ്ടാലും നിന്നെ കൊല്ലും. അവന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു കുന്തവും കൊണ്ട് നടക്കുക. ആരെ കൊല്ലാൻ? ദാവീദിനെ കൊല്ലാൻ. ഇന്ന് പകൽക്കാലം പിശാച് ദൈവജനത്തിന് നേരെ ചില ആയുധങ്ങളുമായി നടക്കുമ്പോൾ ഭാരപ്പെട്ട് നിരാശപ്പെടരുത്. ദൈവത്തെ ശരണം പ്രാപിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, ദൈവം നിങ്ങൾക്ക് ശരണമാണ്, അവൻ നിങ്ങൾക്ക് കോട്ടയാണ്, അവൻ നിങ്ങൾക്ക് പരിചയമാണ്. നിങ്ങളുടെ ആവശ്യങ്ങളിൽ അവൻ നിങ്ങൾക്ക് സങ്കേതമായി. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം നിരാശയാണ്. അല്ലെങ്കിൽ നിരാശയാണ്. ഒരിക്കൽ ഒരു കഥയായിട്ടാണ് ഇത് പറയുന്നത്. കഥയായിട്ടാണ് പറയുന്നത്. ഒരു എക്സിബിഷൻ നടക്കുകയാണ്. സാത്താന്റെ എക്സിബിഷൻ നടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു ഇത് കേട്ടോണേ. സാത്താന്റെ എക്സിബിഷൻ നടക്കുകയാണ്. ഇതിനകത്ത് മദ്യമുണ്ട്, മയക്കുമരുന്നുണ്ട്, പാപമുണ്ട്, കത്തികളുണ്ട്, കൊലക്കത്തികളുണ്ട്, തൂക്കുകയറുണ്ട്, സകലതിനെ വെച്ചിരിക്കുകയാണ്. ഭക്തനായ മനുഷ്യൻ, ഒത്തിരി ആൾക്കാർ ഇത് കാണുകയാണ്. എന്നാൽ ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പോയിട്ട് ഏറ്റവും അറ്റത്ത് ഒരു ഉപയോഗിച്ച് ശൂന്യമായ, എന്ന് വെച്ചാൽ ഒരു ഭംഗിയില്ലാത്ത, ഒരു ഉപയോഗമില്ലെന്ന് തോന്നുന്ന ഒരു കത്തി അവിടെ ഇരിക്കുന്നത് കണ്ട്, അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇതിന്റെ വില ചോദിക്കാം. ഇതിന്റെ വില ചോദിച്ചപ്പോൾ ബാക്കിയുള്ള എല്ലാത്തിനേക്കാൾ വില കൂടുതൽ. ഇതിന് അതിശയപ്പെട്ട് അതിന് സാത്താനോട് ചോദിച്ചു, ഇത് എന്താണ് ഈ കത്തിയുടെ പ്രത്യേകത, ഇത്രയും വില കൂടാനുള്ളത്? അദ്ദേഹം ആ പിശാച് ചിരിച്ചുകൊണ്ട് ഭക്തനായ മനുഷ്യനോട് പറഞ്ഞു, മദ്യപാനം അല്ലെങ്കിൽ ദൈവമക്കൾ ഉപയോഗിക്കില്ല, വ്യഭിചാരത്തിൽ അവർ പോകത്തില്ല, ആത്മഹത്യയിൽ പോകത്തില്ല, മറ്റുള്ള മയക്ക
അല്ലെങ്കിൽ അവർ ഓടി ഒളിക്കുന്നുണ്ട്. പക്ഷേ ഈ ആയുധം ഏതെന്നറിയണ്ടേ? നിരാശയുടെ ആയുധം. ഇത് അവരുടെ ഉള്ളിനകത്ത് കയറി കഴിഞ്ഞാൽ ഓരോ നിമിഷവും അവരെ ക്യാൻസറിന്റെ സെല്ല് വന്ന്, ക്യാൻസറിന്റെ അണുക്കൾ വന്ന് അവരുടെ അസ്ഥികളെ, ശരീരത്തെ ദ്രവിപ്പിച്ച് മരവിപ്പിക്കും, കൊല്ലുന്നത് പോലെ ഈ നിരാശ അവിടെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ആരോടോ ദൈവം പറയുന്നു, നിരാശ ഇന്നടുത്ത് നിങ്ങൾ മാറ്റണമെന്ന് ദൈവം ഒരു ദൂത് പറയുകയാണ്. നിരാശ വർഷങ്ങളായിക്കൊണ്ട് നടക്കുക. എന്തിനാ ദൈവത്തിൽ പ്രത്യാശിക്കുന്ന നിങ്ങളുടെ മേൽ ആ നിരാശ കടന്നു വന്നത്? ഇന്നെടുത്ത് മാറ്റുക. ശരണം ദൈവത്തിലാണെങ്കിൽ ദൈവം നിങ്ങളുടെ വിഷയത്തിന് മേൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം മറിഞ്ഞ് കണ്ണാലെ കാണിച്ചു തരും. ആരൊക്കെ തടുത്താലും, ആരൊക്കെ തകർത്താലും, ആരൊക്കെ ഭീഷണി പറഞ്ഞാലും ഇന്ന് കുറിച്ചിട്ടോളെ. ഈ 11-ാമത്തെ സങ്കീർത്തനത്തിൽ ദൈവം പറഞ്ഞ 19-ാമത്തെ ദിവസം പറഞ്ഞ, ഈ മാസത്തിന്റെ 19-ാമത്തെ ദിവസം പറഞ്ഞ ഈ വചന വെളിപ്പാട് വ്യക്തമായി ചിലരോട് പറയുന്നു. നിരാശ എന്ന ആയുധത്തെ പുറത്താക്കുവാൻ ആത്മാവിന്റെ പകൽക്കാലം പറയുകയാണ്. നോക്കുക, ആ മനുഷ്യൻ നിരാശ, അദ്ദേഹം പറഞ്ഞു ഇത്രമാത്രം വില എന്താണ് ഇതിന്? ഭംഗിയില്ലല്ലോ, ഇതിന് ഉപയോഗമില്ലല്ലോ. സാത്താൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മൂഢനായ അനുപദേശി, മൂഢനായ ഭക്തനാ, മൂഢനായ മനുഷ്യ, അത് നിനക്ക് വല്ലതും അറിയാമോ? ഞങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ഇതാണ്. കാരണം പ്രാർത്ഥിക്കുന്നവരുടെയിൽ അതിൽ ഏതൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടും അവർ വീഴുന്നില്ല, എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ അവർ വേഗത്തിൽ വീഴുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിരാശ ഇന്ന് പകൽ എടുത്ത് ഇതിനുള്ള, പക്ഷെ ദൈവാത്മാവിൽ ഇതിനകത്ത് ആരുടെ ഉള്ളിനകത്ത് നിരാശ കെട്ടിക്കിടക്കുക, ഇന്നെടുത്ത് മാറ്റണമെന്ന് ദൈവാത്മാവ് ദൂത് പറയുക. ഈ ദൂതിനെ അവഗണിക്കരുത്. നിരാശ എടുത്ത് മാറ്റുക. നിരാശ പിശാചിന്റെ ഏറ്റവും വലിയ ആയുധമാണ്. അത് നിങ്ങൾ വെച്ചുകൊണ്ട് പോകരുത്. ഇന്ന് പകൽക്കാലത്തെ ആരാധന കഴിയുമ്പോൾ നിരാശ അല്ല, നിങ്ങൾ പ്രത്യാശയുള്ളവരാകുക. സാത്താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ ഈ ആയുധം അവരുടെ മേലെടുമ്പോൾ അവരുടെ ഉള്ളിലുള്ള പ്രത്യാശ, ഈ നിരാശ അവർ വിഴുങ്ങിക്കളയും. നിരാശയെ ഈ പ്രത്യാശയെ ഈ നിരാശ വിഴും. അപ്പോൾ മനസ്സിലാക്കണം, നിരാശ എന്നൊരു ആയുധം നിങ്ങളുടെ മനസ്സിൽ കയറും. മക്കളെ കുറിച്ചാകട്ടെ, കുടുംബത്തെ കുറിച്ചാകട്ടെ, ശരീരത്തെ കുറിച്ചാകട്ടെ, നമ്മൾ ശരണമാക്കിയിരിക്കുന്നത് നമ്മുടെ ദൈവത്തെയാണ്. ഹല്ലേലൂയ. നമ്മൾ ശരണം ആരെയാണ്? നമ്മൾ അതാ പൗലോസ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എനിക്കറിയാം, അവൻ എന്റെ ഉപനിധി അവസാനത്തോളം കാക്കാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഇന്ന് പകൽക്കൽ ആ വചനം, പൗലോസിന്റെ വാക്ക് എത്രമാത്രം ഗാംഭീര്യമാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് എനിക്കറിയാം. കേട്ടോ, പൗലോസിന്റെ ആ പോളിന്റെ ആ ചിന്ത കണ്ടോ? ആ പോള് പറയുകയാണ്, ഞാൻ ആരെയാണ് വിശ്വസിച്ചത്? ഞാൻ മനുഷ്യനെ അല്ല വിശ്വസിച്ചിരിക്കുന്നത്, ഈ പാസ്റ്ററെ അല്ല ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം. എന്ന് വെച്ചാൽ എന്റെ ഇന്നലകൾ അറിയുന്ന ദൈവം, എന്റെ ഇന്നുള്ള കാര്യം അറിയുന്ന ദൈവം, നാളത്തെ കാര്യം അറിയാവുന്ന എന്റെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ പ്രവാചകന്മാർക്ക് നിങ്ങൾക്ക് ഇന്നുള്ള കാര്യം പറയുമ്പോൾ എന്റെ ദൈവം നാളെയുടെ കാര്യം പോലും തിരിച്ചറിഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ദൈവം. അതുകൊണ്ടല്ലേ എഫെസ്യ ലേഖനത്തിൽ പറയുന്നത്, ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിരാശയ്ക്ക് വകയില്ല. ആ നിരാശയുടെ കടങ്കെട്ടുകളെ വെട്ടി പൊട്ടിക്കണം. ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങി പോകുമ്പോൾ ഒരു പ്രത്യാശയോടെ പോകണം. ഏത് പ്രത്യാശ? എന്ത് വന്നാലും ദൈവം അറിയാതെ എന്റെ തലയിൽ ഒരു രോഗം തറയിൽ വീഴത്തില്ല, എന്റെ പൈതങ്ങൾക്ക് സംഭവിക്കില്ല, എന്റെ കുടുംബത്തിൽ സംഭവിക്കില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ നിരാശ ഉള്ളിൽ കയറി വന്നാൽ വീട്ടിനകത്ത് നല്ല മട്ടൺ ഇറച്ചിയിരിക്കണം, അതിനകത്ത് എല്ലാ സാധനങ്ങളും, നിങ്ങളുടെ കൈപുണ്യം കഴിച്ച ഭർത്താവും മക്കളും പറയും, ഓ അമ്മ വെച്ചാൽ എന്തോ ഒരു ടേസ്റ്റ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നിരാശ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾ എന്തൊക്കെ ആഹാരം വെച്ചാലും അതിന് പോലൊരു ടേസ്റ്റ് കാണില്ല. കാരണം ഹൃദയത്തിനകത്തുള്ള നിരാശ നമ്മുടെ പ്രവർത്തികളെ തടഞ്ഞു. എന്തോ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ പറയുക, അകത്തുള്ള വേദനയെ എടുത്തു മാറ്റുക. അകത്ത് പ്രത്യാശ കൊണ്ട് ഇന്ന് നിറയ്ക്കണം. ക്രിസ്തുവിലുള്ള പ്രത്യാശ, ക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വിടുതൽ, ക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, ക്രിസ്തുവിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രത്യാശ,
ക്രിസ്തുവിൻ നാളെയുടെ ജീവിതത്തിൽ നിങ്ങൾ ആരാണെന്നുള്ള ഒരു ബോധ്യം ഇന്ന് നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. പ്രിയമുള്ളവരെ, നിരാശ ഉള്ളിൽ കയറിയ വീട്ടിനകത്ത് വെക്കുന്ന ആഹാരത്തിന് ഒരു ടേസ്റ്റ് ഇല്ല. എന്തിനു പറയുന്നു? നമ്മുടെ ജീവിതത്തിനകത്ത് സുബോധം പോലും നഷ്ടപ്പെടും. ഇല്ലേ, ഞാൻ പറയുന്നത് വെറുതെ ആണോ? ദൈവാത്മാവ് ഒരിക്കലും കള്ളം പറയില്ല. സുബോധം നഷ്ടപ്പെടും. ഇത് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇടേണ്ടടുത്ത് മുളക് പൊടി ഇടും, ഉപ്പിടേണ്ടടുത്ത് പഞ്ചസാര ഇടേണ്ടി വരും. ഏതാ കാര്യം? പുറത്തൊരു രോഗമില്ല, അകത്ത് കയറിയ നിരാശ. കണ്ടോ, നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഇനി ഈ ഉപ്പിടേണ്ടടുത്ത് പഞ്ചസാര ഇട്ട് പഞ്ചസാര ഇടേണ്ട ചായയും ഉപ്പ് ഇട്ട് നിങ്ങളുടെ കുടുംബത്തിലെ മക്കളുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ അവിടെ എന്തുണ്ടാക്കുന്നു പറയണ്ടേ? കുടിക്കുമ്പോൾ ഏത് പുണ്യ മനുഷ്യനാകാൻ പെട്ടെന്നൊരു ദേഷ്യം വരും. കാരണം എന്താ? ദാഹിച്ചിരിക്കുന്നത് ഒരു ചായ കൊണ്ട് കൊടുക്കുമ്പോൾ ഉപ്പിട്ടതാണെങ്കിൽ എത്ര മനുഷ്യരാണ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കൂലേ? ആ പൊട്ടിത്തെറി ഉണ്ടാക്കിയ ഏതാണ്? ഈ നിരാശയുടെ ആത്മാവല്ലേ? സ്തോത്രം. ഓ ഹല്ലേലൂയ. നമ്മൾ ചിലയിടത്തൊക്കെ ഒപ്പിടുമ്പോൾ മാറിപ്പോകുന്നേ. കാരണം എന്താണ്? ഈ സാധനം നിരാശ. അപ്പോൾ നിരാശ എന്ന് പറയുന്ന നിസ്സാരമായ വിഷയമാണ്. അത് എവിടെന്നാ വന്നത്? ദാവീദിന് എവിടെന്നാ വന്നത്? കൂടെ നിന്നവരിൽ നിന്ന് കയറി വന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ചിലപ്പോൾ വീട്ടിനകത്തുനിന്ന് കയറി വരും. മക്കൾ പറയുന്ന വാക്കായിരിക്കും നിരാശ കയറുന്നത്. അതാണ്ട് ഈ നിരാശ കയറി 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 ഇത് വളർന്ന് വന്ന് അവസാനം ഇവ പറയും, അകത്തിരുന്ന് പറയും, ഓ ഞാൻ ഇനി എന്തിന് ജീവിക്കണം, എന്തിന് ഈ ജീവിതം കൊണ്ട് എന്തോ മരിക്കാം. ഈ ഒരു വാക്ക് മരണത്തെ ഭയമുള്ള വ്യക്തിയുടെ ഉള്ളിൽ പോലും നിരാശ കയറി കഴിഞ്ഞാൽ അവന് മരണത്തിൽ ഭയം കാണില്ല. 16 വയസ്സുള്ള പെൺകുട്ടി 2ാമത്തെ നിലയിൽ നിന്ന് ചാടുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവളുടെ അകത്ത് കയറി നിരാശയല്ലേ? ഏത് കുട്ടിക്ക് എടുത്ത് ചാടാൻ തോന്നും? അത് 5 വയസ്സുള്ള പിഞ്ച് കുഞ്ഞിനെ ലൈംഗികമായി ഒരുത്തൻ ഭീഷിച്ചത് അവൻ്റെ ഉള്ളിൽ വ്യാപരിച്ച ശക്തി ഏതെന്ന് മനസ്സിലാക്കും. എൻ്റെ ഉള്ളിൽ നിരാശയിലാണ് പിശാച് കയറിയിട്ട് ഞാൻ ചെയ്യിക്കുന്ന. അപ്പോൾ നിരാശ അകത്ത് കയറി അടുത്ത് കൊണ്ടുവന്നില്ല. എന്തിന് ജീവിക്കണം? മരിച്ചാൽ മതി എന്ന്. ഈ വിവറ്റകളുടെ ഇടയിലൊക്കെ ജീവിച്ചെന്തിനാ ഞാൻ ജീവിക്കണം? എനിക്ക് മരിക്കണം. ഈ ചിന്ത ആരാ കൊണ്ടുവന്നത്? നിരാശ. ഇനി എനിക്ക് ആരുമില്ല. ഈ 38 വർഷക്കാലം കൊണ്ട് ബെതസ്ത കുളക്കരയിൽ ഒരുത്തൻ കിടക്കി. എന്ന് വെച്ചാൽ യേശു എനിക്ക് മുമ്പേ ഒരുത്തൻ ബെതസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? കൃപയുടെ ഭവനം, കാരുണ്യം, മേഴ്സി ഹോം, അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ ഭവനം എന്ന് വെച്ചാൽ ഒരു ദൂതൻ വർഷം ഇടയ്ക്കിടയ്ക്ക് വന്നത് ആദ്യം എടുത്ത് ചാടുന്നത് രക്ഷ പ്രാപിക്കും. ഇവൻ പോകട്ടെന്ന് ഇവൻ്റെ ശരീരം മുഴുവൻ സ്തംഭിച്ചിരിക്കുന്നു. ഇവൻ്റെ നാവുണ്ടല്ലോ, ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കണം. 38 വർഷക്കാലം കൊണ്ട് ഇവിടെ കിടക്കുക. പക്ഷേ ഇവൻ പറയുന്ന എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല എന്നല്ലേ പറയും. എന്ന് വെച്ചാൽ ഇവന് വേണമെങ്കിൽ രക്ഷ, പക്ഷേ ഇവൻ്റെ മനസ്സിനകത്ത് നിരാശ, എനിക്ക് ആരുമില്ല. അപ്പൊ നോക്കുമ്പോൾ അവന്റെ മക്കളും ബാക്കിയുള്ള മക്കളും ഭാര്യയും സഹോദരങ്ങളും വന്ന് ഇങ്ങനെ കുളത്തിലൊടിച്ചിടാൻ നിൽക്കുക. പക്ഷെ അവൻ നോക്കുമ്പോൾ ആരുമില്ല, എനിക്ക് മാത്രം ആരുമില്ല, എന്നെ സഹായിക്കാൻ മാത്രം ആരുമില്ല, എന്നെ താങ്ങാൻ മാത്രം ആരുമില്ല. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ചിന്തയോട് ഇതിനകത്തിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദര ദൈവമക്കളോട് ഞാൻ പറയുന്നു, ആ ദുഷ്ട പിശാചിനെ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിന് മാറ്റിയിട്ട് പ്രത്യാശയുടെ അകത്ത് നിന്ന് പറയാൻ പറ്റുമോ? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്ന എനിക്കറിയാം, ഞാൻ ആരെ ശരണ പ്രാപിച്ചെന്ന് എനിക്കറിയാം. യോബിന്റെ ജീവിതത്തിനകത്ത് നിരാശ കയറാൻ പല ഭാഗങ്ങളുണ്ടായിരുന്നു. എന്തോ ദൈവം അതിനകത്തിട്ട് കറക്കി ആരോടോ ഇന്നത് ഫ്രീ ആവാൻ പോകുക. അത് ഫ്രീ ആയ വിടുതല ചില സംഭവിക്കാൻ പോകും. ഹല്ലേലൂയ. ശരീരത്തിലെ പല രോഗങ്ങൾക്ക് നിരാശയാണ്. ശരീരത്തിനകത്ത് മാത്രമല്ല, കുടുംബത്തിനകത്ത് ഒരു വരൾച്ചയാണ്, നിരാശയാണ്. ഈ സാധനത്തെ നിങ്ങൾ കൊണ്ട് നടക്കണം. അനിമാരോട് ദൈവദാസങ്ങളോട് ഞാൻ പറയും, ഒരിക്കലും മരിക്കുന്നത് വരെ നിങ്ങളുടെ ഈ മെസ്സേജ് കേട്ട് പോകുന്നു, മരിക്കുന്നത് വരെ നിരാശ കയറ്റാൻ നിങ്ങൾ സമ്മതിക്കരുത്. വാക്കിൽ കൂടെ കയറും, ഫോണിൽ കൂടെ കേൾക്കുന്ന വാക്കുകളിൽ കൂടെ കയറും. ഒരാൾ നേരിട്ട് വന്ന് സംസാരിക്കും കേൾക്കും. ചിലരുടെ പ്രവൃത്തികൾ കണ്ട് നമ്മൾ ഈ സാധനം ഒത്തുകയറും. ചിലർ നമ്മളെ സ്നേഹിച്ചവർ, നമ്മൾ ഒത്തിരി സ്നേഹിച്ചവർ നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് പോകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഷോക്ക് ഉണ്ടാകും. നിരാശ ഉള്ളിനകത്ത് കയറിയ
നമ്മൾ തിരിച്ചറിയണം. അവനകത്ത് കയറ്റരുത്. അവൻ പുറത്തു നിൽക്കേണ്ടവനാണ്. അവൻ നമ്മുടെ ഉള്ളിൽ കയറേണ്ടവനല്ല. അത് പിശാചിന്റെ ആയുധമാണ്. ഇന്ന് വെട്ടിവിടണം. നോക്കൂ, ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തൻ ഊസ് ദേശത്ത് ജീവിക്കുകയാണ്. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. ചരിത്രം പറയുന്നത് ജോബ് എന്ന് പറയുന്നത് ഒരു രാജാവെന്നാണ്. പക്ഷേ അദ്ദേഹം ദൈവത്തെ അടിയുറച്ച് വിശ്വസിച്ചു. അദ്ദേഹത്തെ പിശാച് നന്നായിട്ട് പണിപ്പെട്ട് നോക്കി. പറഞ്ഞു, ദൈവത്തോട് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്. ദൈവം ചോദിച്ചു, നീ എവിടെ പോയിട്ടാണ് വന്നത്? അവൻ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്നു. ദൈവം ചോദിക്കുന്നു, എന്റെ ദാസനായ ഇയ്യോബിനെ നീ ദൃഷ്ടി വെച്ചു. അപ്പോൾ പിശാച് പറയുന്ന ഒരു വാക്കുണ്ട്, നീ അവനുള്ളതിനും അവന് ചുറ്റിലും വേലി കെട്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നീ ഒന്ന് പൊളിച്ചതാ. നിന്നെ അവൻ എന്ത് ചെയ്യും? ദൈവത്തെ അവൻ തള്ളിപ്പറയും. ദൈവം പറഞ്ഞു, ഓക്കെ, ഞാൻ പൊളിച്ചു തരാം. പൊളിച്ചു കൊടുത്തേട്ടോ. പക്ഷേ പൊളിച്ചു കൊടുത്തതിന്റെ അന്നുണ്ടല്ലോ, ഈ വലിയ ഗോശാലയിൽ നിൽക്കുന്ന പശു കിടാങ്ങളെ മുഴുവനും കള്ളന്മാർ പിടിച്ചുകൊണ്ടുപോയി. ദാസന്മാരെ മൊത്തം കൊണ്ടുപോയി. സകല സമ്പത്തുകളെ കൊള്ളയിട്ട് കൊണ്ടുപോയി. ഇപ്പോൾ 10 മക്കള് അല്ലെങ്കിൽ തന്റെ സഹോദരന്റെ വീട്ടിൽ ഒരു വിരുന്നിന് പോയിരിക്കുകയാണ്. വിരുന്നിന് പോകുമ്പോൾ ഒരു ചുഴലിക്കാറ്റ് വന്ന് വീട്ടിന്റെ ഒരു ഭാഗത്തടിച്ച് വീടിടിഞ്ഞു വീണ് 10 മക്കളും നഷ്ടപ്പെടുകയാണ്. സാത്താൻ മാറി നിന്ന് നോക്കിയ ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യന് സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ നിരാശ കയറിയില്ല. സമ്പത്തുകളെല്ലാം പോയി, കൃഷിയെല്ലാം പോയി, ദാസന്മാരെല്ലാം പോയി. ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുകയാണ്. ഹൃദയത്തിനകത്ത് നിരാശ കയറിയിട്ടില്ല. സാത്താൻ അടുത്തടുത്ത ആയുധമാണ്. മക്കളെ 10 കൊന്നാൽ അതിൽ നിരാശ കയറും. 10 നിരനിരയായി കിടത്തിയിരിക്കുകയാണ്. ഇയ്യോബ് വന്നിട്ട് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തോ, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോബേ, നിന്റെ ഉള്ളിനകത്ത് ഈ സത്യം എന്താ എങ്ങനെയാണ് ലഭിച്ചത്? അവനറിയാം, നിരാശകത്ത് കയറിയ ഞാൻ എന്റെ ദൈവത്തെ തള്ളിക്കളയേണ്ടി വരും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അകത്ത് നിരാശകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പ്രത്യാശയുടെ നങ്കൂരം ഉറച്ചു പിടിക്കുക. ചില കെട്ടുകൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. നോക്കുക പ്രിയമുള്ളവരെ, ജോബിന്റെ അനുഭവം. 10 മക്കളെ കുഴിച്ചിട്ടു. അടുത്ത് ദൈവത്തിന്റെ അടുക്കൽ ചെന്ന സാത്താൻ പറഞ്ഞു, അയ്യോ, അവന്റെ ശരീരത്തെ എനിക്ക് വിട്ടതാ, നിന്നെ തള്ളിപ്പറയുന്നത് കാണിച്ചു തരാം. ദൈവം പറഞ്ഞു, അവന്റെ ആയുസിനെ ജീവനെ മാത്രത്തോടെ എന്താ എടുത്തോളാൻ പറഞ്ഞു. അവന്റെ ഉള്ളക്കാൽ മുതൽ നിരൽ വരെ പരിക്കൾ വന്നു. പൊട്ടാൻ തുടങ്ങി, പുഴുവരിക്കാൻ തുടങ്ങി, ഓട്ടി കഷ്ണമെടുത്ത് ചുരണ്ടി മാറ്റാൻ തുടങ്ങി. ഹല്ലേലൂയ. തന്റെ ഭാര്യ എന്ന് പറഞ്ഞു, നിന്റെ ഭക്തി നഷ്ടപ്പെടുത്തിയിട്ട്, നിന്റെ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് നീ എന്തിന് ആത്മഹത്യ ചെയ്തകളാ? ഹല്ലേലൂയ. എന്നിട്ട് പുള്ളി പറയുക, അല്ലെ നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെയാണ് നീ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഭാര്യയെ പിടിച്ച് പിശാച്, എന്നിട്ടും നിരാശ കയറിയില്ല. ശരീരത്തെ പിടിച്ചു, നിരാശ കയറിയില്ല. ഹല്ലേലൂയ. ഒടുവിൽ തന്റെ സ്നേഹിതന്മാർ പറഞ്ഞു, നീ പാപം ചെയ്തുകൊണ്ടാണ് നിന്റെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നമ്മുടെയൊക്കെ നാടുകളിലും അങ്ങനെയാ പറയുന്നത്. കൂടുതൽ ഭയങ്കര ഭക്തിയുള്ളവർ പറയുന്നൊരു വാക്കാണ്. എന്തെങ്കിലും വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പറയും, എന്തോ പാപം ചെയ്തിട്ട്. ഇതുപോലെ പത്രോസ് ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇവരെല്ലാം കൂടെ വിസിറ്റിങ്ങിന് പോകുന്നിടത്ത് ഒരു കുരുടനിരുന്ന് യേശുപ്പാന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ പത്രോസ് ചോദിച്ചു, ദൈവമേ, ഇവൻ കുരുടനാകാൻ കാരണം ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തു? കേട്ടോ, നമ്മുടെ ഇടയിൽ, നമ്മുടെ ആത്മീയ ലോകത്ത് ഇങ്ങനെ ഒരാൾ വീണ് കഴിഞ്ഞാൽ ഉടൻ കൈ ചൂടും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാകും. ഒരാൾ വീണിട്ടുണ്ടെങ്കിൽ ദൈവം അവനെ പണിഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. ആന്റിമാരോട് ഞാൻ പറയുന്നു, ദൈവദാസനോട് പറയും, നമ്മൾ എവിടെയെങ്കിലും ദൈവം തകർക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം പണിയാൻ വേണ്ടിയാ. സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു ചെറ്റക്കുടിലുണ്ടെന്നിരിക്കട്ടെ. ഇവിടുത്തെ സ്കൈലാൻഡ്കാർ ആ സ്ഥലം വാങ്ങിച്ചു, ആ 10-50 സെൻറ്റ് വസ്തു വാങ്ങിച്ച ചെറിയ വീടും വെച്ച് ഇരിക്കുക. സ്കൈലാൻഡ്കാർ ഒരിക്കലും അതിൻ്റെ പുറത്ത് വെച്ച് കെട്ടില്ല. പിന്നെ എന്ത് ചെയ്യും നൽകി അതിനെല്ലാം പൊളിക്കും. കാരണം ആ പൊളിച്ചാൽ മാത്രമേ ബഹുദിന കെട്ടിടം അവിടെ ഉയരുകയുള്ളൂ. എൻ്റെ ദൈവം എന്നെ ഏറ്റെടുത്താൽ എന്നെ ദൈവം ചിലടത്ത് പൊളിക്കണം. പൊളിക്കുന്നത് വേദനയാണ്. പക്ഷെ പണിയാൻ തുടങ്ങുമ്പോൾ ആൾക്കാർ അതിശയപ്പെടും. പണ്ട് ഈ വീടിന് നിലത്തല്ലേ ഇത്രയും വലിയൊരു ബിൽഡിംഗ്. സ്തോത്രം. ദൈവം എവിടെയെങ്കിലും ആരെങ്കിലും പൊളിച്ചിട്ടുണ്ട്, ആന്റിമാരെ കരയരുത്, പറയുന്നവർ പറയുന്നോട്ടെ.
ഒതുക്കുന്നവർ ഒതുക്കിക്കോട്ടെ, നിരാശപ്പെടുത്തുന്ന വാക്ക് പറയുന്നവർ പറഞ്ഞുകൊണ്ട് നടക്കട്ടെ. യോബിന്റെ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, നിന്റെ മക്കളും ഇത്രയും സംഭവിക്കാൻ കാര്യം നീ പാപം എന്തോ ചെയ്തു, നീ പാപം ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ നിനക്ക് സംഭവിച്ചത്. ജീവിതത്തിൽ വീഴ്ച വരുമ്പോൾ അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും താവ സ്നേഹമ